ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വിഷു സ്പെഷ്യൽ വിഷുക്കട്ടയും ഒരു സിറപ്പാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വിഷുക്കട്ട ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ പോവുകയാണ്, കുറച്ച് ഉപ്പിട്ടിട്ട്. അതിന് വേണ്ടത് കുറച്ച് ഉപ്പ്, ജീരകം, നാളികേരം ചിരകിയത്, നെയ്യ്, കാഷ്നട്ട്. കുറച്ച് ഉപ്പിടുന്നുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് കുക്കർ മൂടിയിട്ട് വേവിക്കാൻ വയ്ക്കാം. സ്റ്റീം വരുമ്പോൾ വെയിറ്റ് ഇട്ടിട്ട് വെയിറ്റ് വയ്ക്കുകയാണ്. വെയിറ്റ് വെച്ചിട്ട് സ്റ്റീം വന്നു. ഇനി ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കത് എടുക്കാം. സ്റ്റീം വന്നിട്ട് 5 മിനിറ്റായി. ഇനി നമുക്ക് അടുപ്പ് കളിച്ചിട്ട് ഇത് ഇറക്കി വെക്കാം. കുക്കർ തുറക്കണതിനുള്ളിൽ നമുക്കൊരു സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിക്കാം. സിറപ്പിന് വേണ്ട ഐറ്റംസ് ആണ് ശർക്കര, അരിപ്പൊടി, ചുക്കും ഏലക്കായ. കുക്കർ ഓപ്പൺ ആയി. അതിന് ശേഷം അതിലേക്ക് നാളികേരം, പിന്നെ ജീരകം ഇടുക, പിന്നെ കാഷ്നട്ട് ഇടുക. ഇപ്പൊ നമ്മുടെ വിഷുക്കട്ട റെഡിയായി. ഇനി ഒരു നെയ്യ് പരത്തിയ പ്ലേറ്റിലേക്ക് ഇത് പരത്തി വെക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ കട്ട് ചെയ്യാം. നെയ്യ് പരത്തിയ പ്ലേറ്റിലേക്ക് ഞാൻ പരത്താൻ പോവുകയാണ്. ഈ വിഷുക്കട്ട ശരിക്കും എൻ്റെ മദർ-ഇൻ-ലോൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ഇതിൻ്റെ സിറപ്പ് മദർ-ഇൻ-ലോൻ്റെ അല്ല. എന്താ വെച്ചാൽ അവർ ഇതിന് ഇഞ്ചുംപുളിയാണ് ഉണ്ടാക്കുക, പുളിയഞ്ചി. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സിറപ്പ് തൃശ്ശൂർ സ്റ്റൈലാണ്, ശർക്കരപ്പാനിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്, ഈ വിഷുക്കട്ട. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സിറപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് അടുപ്പ് കത്തിക്കുക. ശർക്കര എടുത്തിട്ട് നമുക്ക് പാനിയാക്കാം. നല്ല ഇഷ്ടമാവും, നല്ല മണം. ഈ ശർക്കര പോയിട്ട് ശർക്കര അരിയണോ ഇങ്ങനെ നല്ല ഇളക്കാം. കാണിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടാം. നല്ല ഇളക്കാം. അതിനുശേഷം ഇതൊന്ന് ഫിൽട്ടർ ചെയ്യാം. ചുക്ക് പൊടിച്ചതിടാം. ചുക്കും ഏലക്കായും ഉണ്ട്. ഒരു നുള്ള് സ്മെല്ലിന് വേണ്ടി കുറച്ച് ജീരകം പൊടിച്ചത്. ദാറ്റ്സ് ഓൾ. നമ്മുടെ സിറപ്പ് റെഡി. വിഷുക്കട്ട റെഡിയായി. ഇതിൻ്റെ മേലെ ഞാൻ സിറപ്പ് ഒഴിക്കാൻ പോവുകയാണ്. നമ്മുടെ വിഷുക്കട്ട റെഡിയായി. നമ്മുടെ വിഷുക്കട്ട റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.